So hi dear students. So after completing our first class on nerve, now we are gonna deal with our second class on nerve. And this class we are dealing with a very important conceptual topic, and that would be about potentials. Especially in this class, since this is a class on nerve, we will be dealing with nerve potentials. So let's quickly go to the class and see what all things we have to learn in this class. So this is what we are going to learn about nerve potentials. So initially we are going to learn about membrane potential. These are all different areas we are going to cover. Then we are going to see what is RMP or resting membrane potential. We are going to see what is action potential. This would be dealt in a separate class. So these are the things we are going to deal in this second session on nerve. So we'll start with this with due respect to the pioneers who had done their researches on nerve potentials. See, these are the diagrams, pictures of two great scientists. They are British physiologists. They are Hodgkin and Huxley. പ്ലസ് ടുവിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും ഹോജ്കിൻസ് ഹക്സ്ലി കണ്ടുപിടിച്ച കാര്യങ്ങൾ. ഇവിടെ ഇവർക്ക് ദേ ഗോട്ട് ദ നോബൽ പ്രൈസ് ഇൻ 1963 ഗോട്ട് നോബൽ പ്രൈസ്. ആ പ്രോഗ്രാമിൻ്റെ കവർ പേജാണിത്. ആ കവർ പേജിൽ പറഞ്ഞത് ഇങ്ങനെയാണ്: നെർവ് സെൽ എനിഗ്മ സോൾവ്ഡ്. സോ ദിസ് ആക്ച്വലി സോൾവ് ദിസ് എനിഗ്മ ഓഫ് നെർവ് സെൽ. അവർ കണ്ടുപിടിച്ച കാര്യം ഒന്ന് വായിച്ചു നോക്കൂ. അവർ കണ്ടുപിടിച്ചത് ഡിസ്കവറി കൺസേണിങ് ദ അയോണിക് മെക്കാനിസംസ് ഇൻവോൾവ്ഡ് ഇൻ എക്സൈറ്റേഷൻ ആൻഡ് ഇൻഹിബിഷൻ ഇൻ ദ പെറിഫറൽ ആൻഡ് സെൻട്രൽ പോർഷൻസ് ഓഫ് ദ നെർവ് സെൽ മെംബ്രെയിൻ. See, they went so inward onto the nerve to find out the ionic mechanisms which are actually causing the excitation of a nerve. The ionic mechanisms, അത്രയും ഒരു അയോണിക് ലെവലിലേക്ക് പോയിട്ടാണ് ഈ ഫിസിയോളജിസ്റ്റുകൾ ഈ എനിഗ്മ സോൾവ് ചെയ്തത്. സോ ഇറ്റ് ഈസ് ട്രൂലി സയൻറ്റിഫിക്, റൈറ്റ്? അത് തന്നെയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. എങ്ങനെയാണ് ഈ സെല്ലിൻ്റെ ഉള്ളിൽ കയറി അതിൻ്റെ അയോണിക് മെക്കാനിസംസ് അവർ കണ്ടുപിടിച്ചത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത് എന്താണ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ എന്നും, എന്താണ് റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ എന്നും, എന്താണ് ആക്ഷൻ പൊട്ടൻഷ്യൽ എന്നും. Okay, so let's go quickly to the first part of this class, and that is dealing with membrane potential. എന്താണ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ? ഇതൊരു നെർവിൻ്റെ ക്ലാസ് ആണ്. അതുകൊണ്ട് തന്നെ ഡോണ്ട് മിസ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ ഈസ് ഓൺലി എ പ്രോപ്പർട്ടി ഓഫ് നെർവ്. അല്ല, ദാറ്റ്സ് റോങ്. ഏതൊരു എക്സൈറ്റബിൾ ടിഷ്യൂ ആണെങ്കിലും അതിന് രണ്ട് സ്റ്റേറ്റ്സ് ഉണ്ടാവും. ദർ ആർ ടു സ്റ്റേറ്റ്സ് ഫോർ എ എക്സൈറ്റബിൾ ടിഷ്യൂ. ഒന്ന്, ഇറ്റ് ക്യാൻ ബി റെസ്റ്റ്, അല്ലേ? ഇറ്റ് ക്യാൻ ബി റെസ്റ്റിംഗ് ഓർ ഇറ്റ് ക്യാൻ ബി എക്സൈറ്റഡ് ആവാം. അപ്പം ഏതൊരു സെല്ല് നമ്മൾ ബോഡിയിൽ എക്സൈറ്റബിൾ ടിഷ്യൂ ഒരു സെൽ എടുത്താലും, ദിസ് ഇസ് ആൻ എക്സൈറ്റബിൾ സെൽ, across the membrane there exists a potential difference. So across a nerve or any excitable cell across the membrane there is a potential difference. E potential difference, this is nothing but the membrane potential. ഇതിനെ തന്നെയാണ് നമ്മൾ മെംബ്രെയിൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ദിസ് ഹാസ് ഓൾസോ വൺ മോർ നെയിം വിച്ച് ഇസ് കോൾഡ് ഡിഫ്യൂഷൻ പൊട്ടൻഷ്യൽ. അതിനെ ഡിഫ്യൂഷൻ പൊട്ടൻഷ്യൽ എന്തുകൊണ്ട് പറയുന്നു, വിൽ ലേൺ ഇൻ ഡീറ്റെയിൽ വൈ ഇറ്റ് ഈസ് കോൾഡ് ഡിഫ്യൂഷൻ പൊട്ടൻഷ്യൽ വെൻ വി ഡിസ്കസ് ദ കൺസെപ്റ്റ് ബിഹൈൻഡ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽസ്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് what is membrane. So if you are asked to define membrane potential, you define membrane potential as the potential difference that exists across a membrane of an excitable cell. അങ്ങനെയാണെങ്കിൽ അത് definitely that is membrane potential. And if you are talking the same membrane potential
in context of a resting excitable cell, then that is called a resting membrane potential. വളരെ സിമ്പിൾ ആയി തോന്നുന്നു അല്ലേ? മെംബ്രെയിൻ പൊട്ടൻഷ്യൽ ആൻഡ് റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. ഇനി ഹൗ ഡു യു മെഷർ ദിസ് പൊട്ടൻഷ്യൽ? നമ്മൾ ഒന്ന് ബാക്ക് അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതാ ഇവർ മെഷർ ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനം കണ്ട് അവിടെ പെട്ടി. ആ പെട്ടി എന്താണെന്ന് താഴെ എഴുതിയിട്ടുണ്ട്. ആ പെട്ടി ആണ് ദാറ്റ് ഈസ് CRO, കാത്തോഡ് റേ ഓസിലോസ്കോപ്പ് ആണ്. അപ്പോൾ ബേസിക്കലി ദറ്റ്സ് എൻ ഓസിലോസ്കോപ്പ്. നമുക്ക് പല ഓസിലോസ്കോപ്പ് ഉപയോഗിക്കാം. ഇവിടെ ഇവർ യൂസ് ചെയ്യുന്നത് ബ്രാൻഡ് ന്യൂ എന്ന് പറഞ്ഞാൽ 1963 ബ്രാൻഡ് ന്യൂ ടെക്ടോണിക്സ് 520A ഓസിലോസ്കോപ്പാണ് അവർ യൂസ് ചെയ്തത്. നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് കാത്തോഡ് റേ വെച്ചിട്ടുള്ള ഓസിലോസ്കോപ്പാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത്. അതാണ് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യാറ്. ഇത് നമ്മൾ ഉപയോഗിച്ചത് അന്നത്തെ കാലത്തെ 502A ഓസിലോസ്കോപ്പാണ് യൂസ് ചെയ്തത്. അതാണ് ഇത് തിരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരാളിരുന്ന് തിരിച്ചുകൊണ്ടിരിക്കുക. ഈ താഴെ നോക്കിയില്ലേ, ഈ ഓർഗാനിസം നിങ്ങൾ ശ്രദ്ധിച്ചു വെച്ചോളൂ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ് ഇത് കൺവേ ചെയ്യുന്നത്. അവർ ഈ എക്സ്പെരിമെൻറ്റ് ചെയ്തത് ഇവിടെ താഴെ എഴുതിയിട്ടുണ്ട്, സ്ക്വിഡ്സ് ആൻഡ് ലോബ്സ്റ്റേഴ്സ്. ഇതിൽ രണ്ടിലുമാണ് ചെയ്തത്. ഇപ്പോൾ ഇവിടെ കിടക്കുന്നത് ഒരു ലോബ്സ്റ്ററാണ്. ബട്ട് യു കൻ ഫൈൻഡ് ഇൻ ദിസ് പിക്ചർ, ദിസ് കവർ ഫോട്ടോ ഈസ് എ ലോബ്സ്റ്റർ. And they also did the experiments on squids. അപ്പോൾ സ്ക്വിഡിൻ്റെ ആക്സോൺ അല്ലെങ്കിൽ ലോബ്സ്റ്റേഴ്സിൻ്റെ ആക്സോണിലാണ് ഇവർ ഈ നിരീക്ഷണങ്ങൾ നടത്തിയതെന്ന് മനസ്സിലാക്കി വെച്ചോളൂ. അപ്പോൾ അതാണ് നമ്മളിവിടെ പറഞ്ഞത്. യെസ്, സോ വി ആർ ടോക്കിംഗ് അബൌട്ട് ഹൗ ഡു യു മെഷർ ദിസ് പൊട്ടൻഷ്യൽ. നിങ്ങൾ CRO എന്താണെന്ന് കണ്ടു. ആ CRO തന്നെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇഫ് യു ലുക്ക് ഹിയർ യു ക്യാൻ ഫൈൻഡ് ദ CRO. ഈ CRO എങ്ങനെയാണ് കണക്ട് ചെയ്തതെന്ന് നോക്കിയേ. ഇതൊരു ആക്സോൺ ആണ്. ദിസ് ഇസ് വാട്ട് an axon is. അപ്പോൾ ഇതൊരു ആക്സോൺ ഇങ്ങനെ കിടക്കുകയാണ്. ആ ആക്സോണിലേക്ക് ഒരു പോയിന്റിൽ യു ആർ അപ്ലൈങ് എ സ്റ്റിമുലേറ്റർ. സോ ദിസ് സ്റ്റിമുലേറ്റർ എന്ത് ചെയ്യും? ഇവിടെ കറണ്ട് അടിക്കും. ദി ഗിവ് എ വോൾട്ടേജ്, ഒരു കറണ്ട് അപ്ലൈ ചെയ്യുന്നു. അല്ലെങ്കിൽ സ്റ്റിമുലേഷൻ ആസ് എ കറണ്ട് തന്നെയാണ് അപ്ലൈ ചെയ്യുക. ഒരു പൊട്ടൻഷ്യൽ അവിടെ അപ്ലൈ ചെയ്യും. അപ്പോൾ ഈ കറണ്ട് ഇതിലേ പാസ് ചെയ്യും. ദിസ് വിൽ പാസ് ആൻഡ് ഫൈനലി റീച്ച് ദ പോയിന്റ് വേർ ഇറ്റ് ഇസ് മെഷേർഡ്. ഈ ഏകദേശം ഈ പോയിന്റിലാണ് ഇത് മെഷർ ചെയ്യുന്നതെന്ന് വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ ദിസ് വിൽ റീച്ച് ഹിയർ ആൻഡ് ഈ പോയിന്റിൽ വാട്ട് യു ഫൈൻഡ് ഹിയർ വുഡ് ബി എ ഡിഫ്ലക്ഷൻ. ആ ഡിഫ്ലക്ഷൻ എങ്ങനെ കിട്ടുമെന്ന് ചോദിച്ചാൽ മെംബ്രെയിൻ പൊട്ടൻഷ്യലിൻ്റെ എക്സൈറ്റഡ് സ്റ്റേറ്റിനെയാണ് നമ്മളിപ്പോൾ മെഷർ ചെയ്തത്. ബിക്കോസ് വി ആർ അപ്ലൈങ് എ സ്റ്റിമുലസ് അല്ലേ. സ്റ്റിമുലസ് എക്സൈറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എക്സൈറ്റഡ് ആവും. അപ്പോൾ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ എന്ത് ചേഞ്ച് CROയിൽ വരുന്നു എന്നാണ് ഇവിടെ കണ്ടുപിടിക്കാൻ കഴിയുന്നത്. ഇവിടെ നമുക്കൊരു ഡിഫ്ലക്ഷൻ കിട്ടും. ഇനി ഈ സ്റ്റിമുലേറ്റർ ഇല്ലാതെ, ഇഫ് ദർ ഇസ് നോ സ്റ്റിമുലേറ്റർ, ജസ്റ്റ് കട്ട് ദിസ് പാർട്ട് ആൻഡ് തിങ്ക് ദർ ഇസ് നോ പാർട്ട് ലൈക്ക് ദിസ്, വി ആർ ജസ്റ്റ് ഇൻസേർട്ടിങ് എ CRO ലൈക്ക് ദിസ്. വെറുതെ just inserting a CRO on a resting axon. അങ്ങനെയാണെങ്കിൽ you will get a deflection. And that would be a value. പിന്നെ നമ്മൾ എന്ത് പറയും? റെസ്റ്റിംഗ് ആയതുകൊണ്ട് RMP ആയിരിക്കും. അതിനൊരു വാല്യൂ ഉണ്ട്. We will learn about that later. RMP. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഭാഗം ഇതാണ്. നമ്മൾ മെഷർ ചെയ്യുന്നത് ഒരു CROൻ്റെ ഒരു ലിംബ് സർഫസിലാണ്. This is on the surface and the other part is inside. ഇത് ഇൻസൈഡ് ആണ് അല്ലേ. ആൻഡ് ഹൗ യു മെഷർ ദ മെംബ്രെയിൻ പൊട്ടൻഷ്യൽ ഈസ് ഇൻസൈഡ് പൊട്ടൻഷ്യൽ മൈനസ് ഔട്ട്സൈഡ് പൊട്ടൻഷ്യൽ. അപ്പോൾ ഇതാണ് നിങ്ങളുടെ മെംബ്രെയിൻ പൊട്ടൻഷ്യൽ. ഇൻസൈഡ് പൊട്ടൻഷ്യൽ മൈനസ് ഔട്ട്സൈഡ് പൊട്ടൻഷ്യൽ. ഇൻസൈഡ് മൈനസ് ഔട്ട്സൈഡ്. ഇത് ഓർത്ത് വയ്ക്കുക. ഈ ഒരു നോളജ് വെച്ചിട്ടാണ് നമ്മൾ RMP പഠിക്കുന്നത്. ഐ ഓൾറെഡി ടോൾഡ് യു what is RMP. ഇവിടെ വെടിപ്പായിട്ട് എഴുതിയിട്ടുണ്ട്. ഡസൻറ്റ് നീഡ് ആൻ എക്സ്പ്ലനേഷൻ. അപ്പം ഇവിടെ രണ്ട് വാക്കുകൾ ശ്രദ്ധിക്കുക. ഒന്ന് അക്രോസ് എ നെർവ് ആണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇൻസൈഡ് ചാർജ് മൈനസ് ഔട്ട്സൈഡ് ചാർജ് എന്ന് പറയുന്നത്. അക്രോസ് മെംബ്രെയിൻ ആൻഡ് റെസ്റ്റ്, ഈ രണ്ട് സാധനങ്ങൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മെംബ്രെയിൻ പൊട്ടൻഷ്യലിനെ നമുക്ക് റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ എന്ന് പറയാൻ കഴിയും. Across we have to say both in membrane potential and resting membrane potential. റെസ്റ്റിലാണെങ്കിൽ ഇറ്റ് ഈസ് റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ. അതിൻ്റെ വാല്യൂ ശ്രദ്ധിക്കുക, -70. നേരത്തെ ഞാൻ ചിത്രം കാണിച്ചില്ലായിരുന്നു ലോബ്സ്റ്ററിൻ്റെ.
ആ ലോബ്സ്റ്ററിൻ്റെയോ അല്ലെങ്കിൽ സ്ക്വിഡിൻ്റെയോ ആക്സോണിൻ്റെ നിന്ന് കിട്ടിയ ഒരു വാല്യൂ, അല്ലെങ്കിൽ ഇതുപോലൊരു ഇൻവേർട്ടിബ്രേറ്റ് നമ്മൾ ചെയ്താൽ കിട്ടുന്ന വാല്യൂ ആയിരിക്കണം ഈ -70. അപ്പോൾ ഈ -70 വേറെ ഏതെങ്കിലും ടെക്സ്റ്റ് ബുക്കിൽ -90 എന്ന് കണ്ടാൽ ഞെട്ടണ്ട. സാറേ 2 ടെക്സ്റ്റ് ബുക്കിൽ 2 വാല്യൂ, അയ്യോ ഒന്നുമില്ല. അത് ഏത് ഓർഗാനിസത്തിലാണ് ചെയ്തതെന്ന് ആ ടെക്സ്റ്റ് ബുക്ക് എഴുതിയ ആൾ എഴുതിയതിൻ്റെ താഴെ നോക്കിയാൽ അത് ക്ലിയർ ആവും. അല്ലാതെ ഈ വാല്യൂ വേറെ ആ വാല്യൂ വേറെ എന്ന് പേടിക്കേണ്ട ആവശ്യമില്ല. ഓരോന്നും ഏത് ഓർഗാനിസത്തിൽ ചെയ്യുന്നു അതനുസരിച്ച് മാറ്റം വരാം. ചെറിയൊരു -20 മില്ലിവോൾട്ടിൻ്റെ വ്യത്യാസം ആ 2 ഓർഗാനിസം തമ്മിലുണ്ട് എന്നാണ്. മനുഷ്യൻ്റെ കേസ് ഇതുവരെ നോക്കിയിട്ടുണ്ടെങ്കിൽ മനുഷ്യനിലും മറ്റൊരു വാല്യൂ ആയിരിക്കും കിട്ടുക. ടിപ്പിക്കൽ സെയിം വാല്യൂ തന്നെ കിട്ടിക്കൊള്ളണം എന്നില്ല. സോ ആ വേരിയേഷൻ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആവണം. ആൻഡ് യു ആർ മൂവിങ് സയൻറ്റിഫിക്കലി. ഓക്കെ, ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഈ വാല്യൂ ഒന്നും മറക്കരുത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ വിൽ യു ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് RMP? ഇത് നിങ്ങൾക്കൊരു ചോദ്യമല്ല, പക്ഷേ ഈ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ആക്ഷൻ പൊട്ടൻഷ്യൽ നിങ്ങൾ ഇനി പഠിക്കുന്ന സമയത്ത് പഠിക്കണം. അത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഐ എം ജസ്റ്റ് ഷോയിങ് യു ഗ്രാഫിക്കലി ഹൗ വുഡ് ദ RMP ബി ലൈക്ക്. So for graphically representing a potential, what you do is you have to draw a graph. A graph ഒരു x-axis ഉണ്ടാവും, ഒരു y-axis ഉണ്ടാവും. y-axis നമ്മൾ എന്ത് കാണിക്കും? മില്ലി വോൾട്ടിൽ കാണിക്കും. മില്ലി വോൾട്ട്സിൻ്റെ ചാർജ് ഡിഫറൻസ് കാണിക്കും. നമുക്കൊരു 0 ഇങ്ങനെ മുകളിലുണ്ടാവും. 0 എവിടെയാണ് ഉണ്ടാവുക? കാരണം നമുക്ക് കിട്ടുന്ന വാല്യൂ ഒരു മൈനസ് വാല്യൂ ആയിരിക്കും. ആ മൈനസ് താഴേക്ക് നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്ത് പോകണം. -10, 20, 30 അങ്ങനെ -70, -80, -90 എന്ന് പറഞ്ഞ് ഇങ്ങനെ മാർക്ക് ചെയ്ത് പോവാം. മാർക്ക് ചെയ്ത് നമ്മൾ -70 നേരെ ഒരു ഒറ്റ സ്ട്രെയിറ്റ് ലൈൻ കുറച്ച് ഈസി ആയിട്ട് ഇങ്ങനെ വരയ്ക്കാം. കാരണം ഈ RMP എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വടി പോലെ നിൽക്കൊന്നുമില്ല, അങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. കാരണം അതെന്തുകൊണ്ടാണെന്നുള്ളത് ഐ വിൽ ടെൽ യു. വൈ ഡസൻ ബി ലുക്ക് ലൈക്ക് എ സ്ട്രെയിറ്റ് ലൈൻ. ഇങ്ങനെ വടി വെട്ടിയ പോലെ ഒന്നും നിൽക്കില്ല, അതിങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ഇൻ ആൻഡ് അറൗണ്ട് -70. ഇറ്റ് വുഡ് ബി ഓൾവേസ് ഇൻ ആൻഡ് അറൗണ്ട് -70 എപ്പോഴും നിൽക്കും. അത് എന്താണെന്ന് ചോദിച്ചാൽ ഇതൊരു ഇൻസൈഡിലെയോ ഔട്ട്സൈഡിലെയോ ചാർജ് അല്ല, മറിച്ച് ദ ഡിഫറൻസ് ഇൻ ചാർജ്. ദിസ് ഈസ് ഇൻസൈഡ് മൈനസ് ഔട്ട്സൈഡ് ചാർജ് എന്ന് മറക്കണ്ട. ഡോണ്ട് ലൂസ് ദാറ്റ് കൺസെപ്റ്റ്. വെൻ യു മൂവ് ഫോർവേഡ് ഡോണ്ട് ലൂസ് ദ കൺസെപ്റ്റ്. അപ്പോൾ ഈ ഡിഫറൻസ് -70 ആണ്. അത് നമ്മൾ ആക്സിസിൽ കാണിക്കും. ആക്സിസിൽ ടൈം കാണിച്ചാൽ എ സ്ട്രെയിറ്റ് ലൈൻ വിച്ച് ഇസ് പാരലൽ ടു ദ x-axis at -70 millivolts would be your resting membrane potential. ഇതാണ് നിങ്ങളെ resting membrane potential എന്താണെന്ന് ചോദിച്ചാൽ പറയേണ്ടത്. ഓക്കെ, now coming to the ionic basis of RMP. ഇതൊരു ഭയങ്കര ട്രിക്കി ഒരു പാർട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഈ എങ്ങനെയാണ് റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ ഈ ഒരു പെർട്ടിക്കുലർ വാല്യൂവിൽ മെയിൻറ്റെയിൻ ആയി നിൽക്കുന്നത്, -70 മെയിൻറ്റെയിൻ ആയി നിൽക്കുന്നത് എങ്ങനെ എന്നുള്ള ഇത് പഠിക്കുകയാണ്. അപ്പോൾ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്ന കൺസെപ്റ്റുകൾ ഇതൊക്കെയാണ്. ഫ്യൂ കൺസെപ്റ്റ്സ് ദാറ്റ് യു ഹാവ് ടു ഗോ ത്രൂ ടു അണ്ടർസ്റ്റാൻഡ് ദ അയോണിക് ബേസിസ് ഓഫ് RMP. ഒന്ന്, സെലക്റ്റീവ് പെർമിബിലിറ്റി. ഇങ്ങനൊരു കൺസെപ്റ്റാണ് സെലക്റ്റീവ് പെർമിബിലിറ്റി ഓഫ് അയോൺസ്. സോ ബേസിക്കലി അയോൺസ് എന്ന് പറഞ്ഞ ഈ സാധനം, ഈ അയോൺസ് എന്ന് പറഞ്ഞാൽ സോഡിയം, പൊട്ടാസ്യം, ക്ലോറൈഡ്, ഇങ്ങനെയുള്ള അയോണുകൾ. അയോൺ എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ചാർജുള്ള ഈ പറയുന്ന ആറ്റംസ് വിച്ച് ഹാസ് എ ചാർജ്. അതിനൊരു ഇലക്ട്രോൺ നഷ്ടപ്പെട്ടതോ കൂടുതലായിട്ട് വന്നതോ ആയിട്ട് വരുമ്പോൾ അതിനൊരു ചാർജ് വരും. അങ്ങനെ ചാർജ്ഡ് ആയിട്ടുള്ള സാധനത്തിനാണ് നമ്മൾ അയോൺ എന്ന് പറയുന്നത്. ദാറ്റ് യു നോ ഓൾറെഡി. അപ്പോൾ ഇത്തരത്തിലുള്ള അയോണുകളുടെ മൂവ്മെൻറ്റ് അക്രോസ് മെംബ്രെയിൻ, ദാറ്റ് ഈസ് ദ റീസൺ why there is always a potential stored across the membrane. A potential always gets stored across membrane only because the ions are in constant motion across membrane, and the ions move in such a way that the difference
of the inside minus outside charge always remains at minus 70 or in and around minus 70 millivolts. അപ്പോൾ അതാണ് നിങ്ങളുടെ ആദ്യത്തെ കൺസെപ്റ്റ്, അയോൺസിൻ്റെ കൺസെപ്റ്റ്. ഇനി ഈ അയോൺസിനെ തന്നെ നമുക്ക് രണ്ട് തരം അയോൺസ് നമുക്ക് കിട്ടാം, ചാർജ്ഡ് മെറ്റീരിയൽസ്. വൺ ക്യാൻ ബി ഡിഫ്യൂസിബിൾ അയോൺസ് ആൻഡ് വൺ ക്യാൻ ബി നോൺ ഡിഫ്യൂസിബിൾ അയോൺസ്. അപ്പം നമ്മുടെ നോർമലായിട്ട് നമ്മുടെ ഈ ഹ്യൂമൻ ബോഡി എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് ലോബ്സ്റ്ററിൻ്റെ ബോഡി തന്നെ എടുക്കാം. ഒരു ലോബ്സ്റ്ററിൻ്റെ ഒരു ആക്സോൺ എടുത്താൽ ഇതുപോലെ ഉണ്ടാവും. ഇത് ഞാൻ I have depicted this in my own way to help myself explain the concept of resting membrane potential. അതിനു വേണ്ടിയിട്ട് I will first explain what I have drawn and then we'll come to each concept. ഇവിടെ what I have drawn is a red line as a cylinder. ഈ സിലിണ്ടർ ആണ് നമ്മുടെ ആക്സോൺ. This is nothing but axon. ഇവിടെ ആക്സോണിനെ വരച്ചിട്ടുണ്ട്. I have divided this into two halves. അതെന്തിനാന്ന് ചോദിച്ചാൽ വെറുതെ കൺസെപ്ച്വലി നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകാതിരിക്കാൻ. I can draw it in the same plane. ഇവിടെയും വരയ്ക്കാം. I can draw all these things here, but that will make too much of confusion. So what I have done is I have drawn it into two parts. അപ്പോൾ on the right hand side what I have drawn is only ions, and on the left hand side what I have drawn are the channels, different channels on the membrane of the axon which facilitate the movement of ions. So ഇപ്പോൾ ഒരു ഭാഗത്ത് അയോൺസ്, ഒരു ഭാഗത്ത് അത് മൂവ്മെൻറ്റിനെ സഹായിക്കുന്ന ചാനൽസ്. ആൻഡ് ദിസ് ഇസ് ഇൻസൈഡ് ഓഫ് ദ ആക്സോൺ ആൻഡ് ദിസ് ഇസ് ഔട്ട്സൈഡ് ഓഫ് ദ ആക്സോൺ. ഇത്രയും മനസ്സിലായല്ലോ. ആഫ്റ്റർ ദിസ് നൗ വിൽ കം ടു അയോൺസ്. അയോൺസിൽ ഞാനിവിടെ കാണിച്ചിട്ടുള്ളത് പുറത്ത് ഔട്ട്സൈഡ് ദ ആക്സോൺ ഐ ഹവ് ഷോൺ 5 sodium ions. Inside I have shown 1 sodium ions. അപ്പോൾ മൊത്തം I'm trying to explain the concept of RMP with the help of 6 ions each. അങ്ങനെ സോഡിയത്തിൻ്റെ ഒരു 6 ions I have taken to explain this. അത് I have just taken it. ഒറിജിനലി 6 ഒന്നുമല്ല, അറിയാലോ, 6 എണ്ണം എടുത്തു. അതിൽ 5 എണ്ണത്തിന് ഞാൻ പുറത്ത് നിർത്തിയിരിക്കുകയാണ്, ഒന്നിന് ഞാൻ ഉള്ളിൽ നിർത്തിയിരിക്കുകയാണ്. ഇതുപോലെ I have taken chloride. 5 ക്ലോറൈഡിനെ ഞാൻ പുറത്ത് നിർത്തിയിട്ടുണ്ട്, ഒരു ക്ലോറൈഡിനെ ഞാൻ ഉള്ളിൽ നിർത്തിയിട്ടുണ്ട്. 5 പ്രോട്ടീനെ ഞാൻ ഉള്ളിൽ നിർത്തിയിട്ടുണ്ട്, ഒരു പ്രോട്ടീനെ പുറത്ത് നിർത്തിയിട്ടുണ്ട്. 5 പൊട്ടാസ്യത്തിനെ ഉള്ളിൽ നിർത്തിയിട്ടുണ്ട് ആൻഡ് ഒരു പൊട്ടാസ്യത്തിനെ പുറത്ത് നിർത്തിയിട്ടുണ്ട്. This is how I have arranged all these ions. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചതാണ്. ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്ന കൺസെപ്റ്റുകൾ അങ്ങനെയാണ്. ആദ്യത്തെ കൺസെപ്റ്റ് ഈസ് ഡിഫ്യൂസിബിൾ ആൻഡ് നോൺ ഡിഫ്യൂസിബിൾ ആയിട്ടുള്ള അയോൺസ് ആണ്. ഞാൻ ഈ കാണിച്ച അയോൺസ് എന്തുകൊണ്ട് ഇത് സെലക്ട് ചെയ്തതെന്ന് വെച്ചാൽ ഈ റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ ഫോം ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള, കോൺസെൻട്രേഷനിൽ ഏറ്റവും അധികമുള്ള അയോൺസ് ആണ്. So ഈ കാണുന്ന ions. So these are the ions. Why I have shown these ions is because these are the ions which are in high concentrations across a cell membrane, and these also, since they are in high concentrations, they play the major role in forming a potential. So that is why I have chosen all these ions. So the first concept is diffusibility. Diffusibility പറയുമ്പം how is diffusion possible? For diffusion to be possible, ഒന്ന് is by the help of, ഈ സൈഡിലേക്ക് നോക്കുക, we have a lot of channels. See, voltage gated sodium channels ഉണ്ട്, voltage gated potassium channels കാണാം. Is energy requiring sodium potassium ATPase. This requires extra energy. അപ്പോൾ സെല്ല് സ്വന്തമായി എനർജി ഉപയോഗിക്കണം. പിന്നെ നിങ്ങൾക്ക് ഇവിടെ ലീക്കി ചാനൽസ് കാണാം. ഐ ഹവ് ഓൾറെഡി എക്സ്പ്ലെയിൻഡ് അബൌട്ട് ദിസ് ലീക്കി ചാനൽസ് അല്ലേ. അത് പൊട്ടാസ്യം സോഡിയം ലീക്കി ചാനൽസ് കാണാം. ഇതെല്ലാം ദ്വാരങ്ങളാണ്. ഓൾ ദീസ് ആർ ഹോൾസ്, പ്രോട്ടീൻ ഹോൾസ് ത്രൂ വിച്ച് ദീസ് അയോൺസ് ക്യാൻ പാസ്. സം ഹാവ് ഗേറ്റ്സ്, സോ എപ്പോഴും തുറക്കില്ല. ബട്ട് സം ഡു നോട്ട് ഹാവ് ഗേറ്റ്സ് ആൻഡ് ദേ ആർ ഓപ്പൺ ഓൾ ടൈംസ്. അപ്പോൾ നമ്മളിനി ഈ ഡിഫ്യൂസിബിലിറ്റി പറയുമ്പം
നമ്മൾ ഇവിടേക്കൊന്ന് ശ്രദ്ധിക്കണം. ഈ സോഡിയം പൊട്ടാസ്യം ലീക്കി ചാനൽസിനെ നമ്മൾ പ്രത്യേകം ഒന്ന് എടുത്ത് പഠിക്കണം. എന്തുവാന്ന് ചോദിച്ചാൽ ദേ ഡോണ്ട് ഹാവ് ഗേറ്റ്സ്. അതാണ് അതിൻ്റെ പ്രത്യേകത. ഗേറ്റ്സ് ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചാൽ കം ടു ദിസ് സൈഡ് ആൻഡ് സീ വാട്ട് വിൽ ഹാപ്പൻ ടു 5 sodium which is outside cell. ആക്സോണിൻ്റെ പുറത്താണ് 5 sodium, ഉള്ളിൽ 1 ഉള്ളൂ. And what will be here? Yes, definitely there is a concentration gradient. അതാണ് ഇവിടെ പറയുന്ന കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ്. അപ്പോൾ നമുക്ക് ഈ ഓർഡർ തന്നെ വരാം. ഞാൻ പെട്ടെന്ന് ചാടി കയറി കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റിലേക്ക് എത്തുന്നതിന് മുമ്പേ what I will do is I will just explain from the slides. അല്ലേ, നമുക്ക് ഈ ഓർഡറിൽ പോവാം. അപ്പോൾ നമ്മൾ ഇവിടെ ഇത് പറഞ്ഞല്ലോ, ഡിഫ്യൂസിബിൾ നോൺ ഡിഫ്യൂസിബിൾ. അപ്പോൾ ഞാൻ പറഞ്ഞ കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. ഈ ഡിഫ്യൂസിബിൾ ആവണമെങ്കിൽ ഇതുപോലെ ഒരു ലീക്കി ചാനൽ ഉണ്ടെങ്കിൽ എലോങ് കോൺസെൻട്രേഷൻ കൂടിയിടുന്ന കുറഞ്ഞ ഭാഗത്തേക്ക് ഈസിലി പാസ് ചെയ്യാം. അതിനൊരു പ്രത്യേക എനർജിയുടെ ആവശ്യമില്ല, ഒരു ചാനലിൻ്റെ ഗേറ്റിൻ്റെ പ്രശ്നമൊന്നുമില്ല. ഈ ലീക്കി ചാനൽസ് ഹെൽപ്പ് ഇൻ ദാറ്റ് എന്ന് ഓർത്ത് വയ്ക്കുക. ആദ്യത്തെ പോയിന്റ് അതാണ് ഈ ഡിഫ്യൂഷൻ. ഇനി നോൺ ഡിഫ്യൂസിബിൾ പറയുമ്പോൾ നമ്മളിവിടെ പ്രോട്ടീനെ ഓർക്കണം. ഈ പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ ഈ ആക്സോണിൻ്റെ ഇങ്ങേ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ഇതിനൊരു തലയുണ്ട്, സെൽ ബോഡി. സെൽ ബോഡിയിൽ എന്തുണ്ട്? ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസിന് എന്തുണ്ടാക്കാം? പ്രോട്ടീൻസ് ഉണ്ടാക്കാം. അപ്പം അങ്ങനെയുള്ള ഒരുപാട് പ്രോട്ടീൻസ് ഈ ആക്സോണിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. അപ്പം ഏതൊരു സെല്ലെടുത്താലും, ഏതൊരു എക്സൈറ്റബിൾ സെല്ലോ അല്ലാത്ത സെല്ലെടുത്താലും സെല്ലിൻ്റെ ഉള്ളിൽ ഒരുപാട് പ്രോട്ടീൻസ് ഉണ്ടാവും. ആൻഡ് പ്രോട്ടീൻസ് ആർ ഹെവി, large in size, and it is very difficult for the proteins to get out of the cell. അപ്പം പ്രോട്ടീൻസ് എപ്പോഴും നോൺ ഡിഫ്യൂസിബിൾ ആയിരിക്കും. ദിസ് ഇസ് ദ പോയിന്റ്. പ്രോട്ടീൻസ് എപ്പോഴും നോൺ ഡിഫ്യൂസിബിൾ ആയിരിക്കും. അപ്പോൾ പ്രോട്ടീൻസ് ആർ ട്രാപ്ഡ് ഇൻസൈഡ് ദ സെൽ. അത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ നിങ്ങൾ ഇവിടെ എങ്ങനെ പ്രോട്ടീൻ വന്നു? യെസ്, പ്രോബബിൾ ആണ്. സെല്ലിൻ്റെ പുറത്തേക്ക് പ്രോട്ടീൻ ലീക്ക് ചെയ്യപ്പെടാം. ചെറിയ പ്രോട്ടീൻ മോളിക്യൂൾസ് ഉണ്ടാവും. ഒരിക്കലും നമ്മൾ കമ്പാർട്ട്മെൻറ്റ് ചെയ്ത് അടച്ചിരിക്കാനൊന്നും കഴിയില്ല. വളരെ മൈനറായിട്ട് പ്രോട്ടീൻസ് പുറത്തും കാണപ്പെടാം. അങ്ങനെ കാണുന്ന വളരെ കുറച്ച് പ്രോട്ടീൻസ് പുറത്തും കാണാം. പക്ഷെ മെജോറിറ്റിയും സെല്ലിൻ്റെ ഉള്ളിലായിരിക്കും. അപ്പോൾ അതാണ് ഈ നോൺ ഡിഫ്യൂസിബിൾ നേച്ചർ ഓഫ് പ്രോട്ടീൻസ്. ഇത് എന്ത് സംഭവിച്ചാലും ഇതിന് പുറത്തു പോകാൻ കഴിയില്ല എന്ന് ഓർക്കുക. ഇനി എത്ര ചാനൽസ് ഇവിടെ സോഡിയം പൊട്ടാസ്യം ലീക്ക് ചാനൽസും അതും ഇതൊക്കെ ഉണ്ടെങ്കിൽ ഈ പ്രോട്ടീൻ ആക്ച്വലി ട്രാപ്ഡ് ആണെന്ന് മനസ്സിലാക്കുക. ആ കൺസെപ്റ്റ് മനസ്സിലാക്കുക. ഇതിൽ വെച്ചിട്ടാണ് നമ്മൾ അടുത്ത കൺസെപ്റ്റിലേക്ക് പോകുന്നത്. അതാണ് ഗിബ്സ് ഡൊണാൻസ് ഇക്വിലിബ്രിയം. ഇത് ഒരു കൺസെപ്റ്റാണ്, ഒരു ഇക്വിലിബ്രിയം കൺസെപ്റ്റാണ്. ഈ ഇക്വിലിബ്രിയം കൺസെപ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഈ ഗിബ്സ് ഡൊണാൻസ് ഇക്വിലിബ്രിയം പറയുന്നത്രയേ ഉള്ളൂ. വാട്ട് ഗിബ്സ് ഡൊണാൻസ് ഇക്വിലിബ്രിയം സേ ഈസ് ദാറ്റ് the inside compartment, if you divide the whole this what I have drawn here, we can divide into broadly 2 compartments. One is inside of the axon and one is outside of the axon. Appo inside of the axon can see, for you surprised that if you take this minus 5 proteins minus 1 chloride, so total minus 6, that is a total negative charge which is minus 6. Total positive charge is 5 potassium and 1 chloride, that is also 6. So actually charge wise if you take the inside is neutral. Inside is neutral. പുറത്തേക്ക് നോക്കിയാലും if you take all the product of all the charges, again it is neutral. 5 chloride, 1 protein, 1 potassium, 5 sodium. So positive and negative can cancel out each other and it is ന്യൂട്രൽ. ഇതാണ് നമ്മുടെ ഗിബ്സ് ഡൊണാൻസ് ഇക്വിലിബ്രിയം പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ന്യൂട്രൽ ആവുമ്പം വരുന്നൊരു കുഴപ്പം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇത് ന്യൂട്രൽ ആക്കാൻ വേണ്ടി സംഭവിച്ചത്, ഒരു സോഡിയത്തിൻ്റെ കഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു പാവം സോഡിയം, 5 സോഡിയം പുറത്തും 1 സോഡിയം ഉള്ളിലും. 5 സോഡിയം പുറത്തും 1 സോഡിയം ഉള്ളിലുമായിപ്പോയി. ഈ സോഡിയം എന്താണ് ആഗ്രഹിക്കുന്നത്? ഈ പാവം സോഡിയം എന്താണ് ആഗ്രഹിക്കുന്നത്? ഈ പാവം 5 സോഡിയം ആഗ്രഹിക്കുന്നത് ഇതിലെ 2 സോഡിയം ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ എന്തൊരു സുഖമാണ്, ഞങ്ങൾ 3 ആയിട്ട് ഈക്വൽ ആയിട്ട് ഇരിക്കില്ലേ എന്ന് പറഞ്ഞാൽ വാട്ട് യു ടോക്കിംഗ് അബൌട്ട് ഈസ് നത്തിങ് ബട്ട് ദ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ്. ഇപ്പോൾ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് ഉണ്ടോ?
യെസ്, ദർ ഇസ് എ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് ഓഫ് 2 സോഡിയംസ്. 2 സോഡിയത്തിന് ഇപ്പോൾ ഉള്ളിലേക്ക് കയറാനുള്ള ഒരു ഭയങ്കരമായ അഭിവാഞ്ച ഇപ്പം അങ്ങനെ കിടക്കുന്നുണ്ട്. പക്ഷെ അതിന് പോകാൻ കഴിയില്ല. കാരണം എന്താ? പല കാരണങ്ങളുണ്ട് പോകാൻ കഴിയാത്തത്. ഒന്ന്, ഇതിങ്ങനെ ഒരു കാര്യത്തിന് നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വീട്ടിലുള്ള അമ്മ പറയില്ലേ പോകണ്ടെന്ന്, അതുപോലെ ഈ സോഡിയം പുറത്തേക്ക് ഇറങ്ങുമ്പം ഈക്വൽ നെഗറ്റീവ് ചാർജസ് ഇതിനെ വലിക്കും. കുറച്ച് സോഡിയം ചിലപ്പോൾ ഒരു സോഡിയം പുറത്തേക്ക് പോകുമായിരിക്കും, പക്ഷെ അപ്പോഴേക്കും പിന്നെ ഇതിങ്ങ് പോകുമ്പോഴേക്കും ഇതിനൊരു ടഗ് ഓഫ് വാർ നടക്കും. ഈ രണ്ടാമത്തെ സോഡിയം ഇങ്ങോട്ട് വരുമ്പം ഈ സോഡിയത്തിന് അമ്മ ക്ലോറൈഡ് ഇവിടുന്ന് വലിക്കും, ഇപ്പുറത്തുനിന്ന് ഈ സോഡിയം ഇങ്ങോട്ടും വലിക്കും. അപ്പം വീട്ടിൽ നിന്ന് ഫ്രണ്ട്സ് പുറത്തുനിന്ന് പാടാ പറയും, അമ്മ വീട്ടിൽ നിന്ന് വേണ്ട പറയും. ആ ഒരു ടഗ് ഓഫ് വാർ ഈ സോഡിയത്തിന് നടക്കും. അപ്പോൾ ഈ സോഡിയം ഏകദേശം കുറച്ചും കൂടി അടുത്തേക്ക് നീങ്ങി വീടിൻ്റെ ഡോറിലൊക്കെ പോയി കാത്തുക്കൂലേ, അതുപോലെ ഈ ഡോറിൻ്റെ ഈ ഭാഗത്തായിട്ട് വന്നിട്ട് നിൽക്കും. ഈ സോഡിയം പുറത്തേക്ക് പോകാൻ ആഗ്രഹമുണ്ട്, പക്ഷേ വീട്ടിൽ നിന്ന് വിടുന്നില്ല എന്ന അവസ്ഥയിലെത്തും. മനസ്സിലായില്ലേ? അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ്. ഇപ്പോൾ ഇവിടെ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് ഉണ്ട്, ദാറ്റ് ഈസ് എ ഗ്രേഡിയൻറ്റ് ഇസ് ദെയർ. ആ ഗ്രേഡിയൻറ്റ് പ്രകാരം 2 സോഡിയത്തിന് ഉള്ളിലേക്ക് പോകാനുള്ള പവർ ഉണ്ട്. അതുതന്നെയാണ് ഈ പൊട്ടൻഷ്യൽ. ആ ഒരു പൊട്ടൻഷ്യൽ എനർജി അവിടെ സ്റ്റോർഡാണ്. ഇതൊന്ന് തുറന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഫുന്നഞ്ഞ് ഉള്ളിലേക്ക് അങ്ങ് ചാടി കയറും. ഇതുപോലെ തന്നെയാണ് പാവം പൊട്ടാസ്യത്തിൻ്റെ അവസ്ഥ. ഈ പൊട്ടാസ്യത്തിനെ നോക്കൂ. ഈ പൊട്ടാസ്യത്തിന് ഇവിടെ 5 പൊട്ടാസ്യം ഉണ്ട്. ഒരു പൊട്ടാസ്യം പുറത്തുനിന്ന് വാടാ വിളിക്കും. അപ്പോൾ ഇവിടുന്ന് പ്രോട്ടീൻ വാടാ ഇങ്ങോട്ട് വിളിക്കും. ഇതിനങ്ങോട്ട് പോകണമെന്നുണ്ട്, പക്ഷെ പോകാൻ കഴിയില്ല. ചിലപ്പോൾ ഒന്നൊക്കെ അങ്ങോട്ട് ചാടുമായിരിക്കും, രണ്ടാമത്തെ ചാടാൻ നോക്കുമ്പോൾ പ്രോട്ടീൻ സമ്മതിക്കില്ല, ഇങ്ങോട്ടുള്ള അട്രാക്ഷൻ. സോ ദ corresponding negative charges will pull the positive charges towards their own compartment. At the same time, the difference in the gradient that is caused or unequal distribution of a particular ion will make the ion move towards the other compartment to make equilibrium. അപ്പോൾ ഈ സോഡിയത്തിൻ്റെ ഒരിക്കലും ഈ പൊട്ടാസ്യത്തിൻ്റെ ഒരിക്കലും നടക്കാത്ത സ്വപ്നമാണ് 3 എന്നുള്ളത്. ഈ സോഡിയത്തിൻ്റെ ഒരിക്കലും നടക്കാത്ത സ്വപ്നമാണ് 2 3 എന്നുള്ളത്. അത് നടക്കുന്നില്ല. ഇതുപോലെ തന്നെ ക്ലോറൈഡ്, പാവം ക്ലോറൈഡിൻ്റെ അവസ്ഥയും ഇത് തന്നെയാണ്. പ്രോട്ടീനിന് പക്ഷേ ആ പ്രശ്നമില്ല. കാരണം പ്രോട്ടീന് പോകാൻ കഴിയില്ല. പ്രോട്ടീൻ ഈസ് ട്രാപ്ഡ്. അപ്പോൾ ഈ പ്രോട്ടീനാണ് എല്ലാത്തിൻ്റെയും പ്രശ്നക്കാരൻ. ഈ പ്രോട്ടീൻ ഇവിടെ ട്രാപ്പ് ചെയ്തുകൊണ്ടാണ് ഈ ഇൻഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടായത്. പക്ഷേ the protein is the reason for the unequal distribution of all the ions like this, so that there is a concentration gradient. Or a chemical gradient. ഈ chemical gradient എന്ന് പറഞ്ഞാൽ പൊട്ടാസ്യം chemical gradient ഉണ്ട്. concentration or chemical gradient കാരണം ഈ trapped protein ആണ്, extra protein which is trapped inside ആണ്. മനസ്സിലായില്ലേ? ഇതാണ് നമ്മളിവിടെ ഈ ഗിബ്സ്റ്റോൺ അയൺസ് പറയുന്നത്. ഈ ഗിബ്സ്റ്റോൺ അയൺസ് പറയുന്നതിൽ തന്നെ വരുന്ന സാധനമാണ് ഈ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റും സാധനങ്ങളൊക്കെ. അപ്പോൾ ഇങ്ങനെ ഇനീക്വലായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ഒരിക്കലും നടക്കാത്ത സ്വപ്നവും പേര് ജീവിക്കുന്ന കുറേ ആത്മാക്കളാണ് ഈ ആക്സോണിൻ്റെ അപ്പുറവും ഇപ്പുറവും ഉള്ളത്. അപ്പോൾ അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ പ്രശ്നം വരുന്ന ഇവിടെയല്ല, ഇതിന് വരണമെന്നുണ്ട്. ഈ വരാനുള്ള റൂട്ടും ഇവിടെ ഉണ്ട്. കണ്ടോ, ഡോറ് തുറന്നിരിക്കുന്നുണ്ട്, ലീക്കി ചാൻസ് ഉണ്ട്. ഈ ലീക്കി ചാൻസിലുള്ള കഴിവതുമൊക്കെ ഉള്ളിലേക്ക് വരാൻ ശ്രമിക്കും, എന്നാലും മുഴുവനും വരാൻ കഴിയില്ല. ഇറ്റ് വിൽ നെവർ റീച്ച് ദ 3-3 സിറ്റുവേഷൻ, ബട്ട് ഇറ്റ് വിൽ ട്രൈ ഇറ്റ്സ് മാക്സിമം ടു ഗെറ്റ് ഇൻ. ഇനി ഇതുപോലൊരു ഗ്രേഡിയൻ്റാണ് നമുക്ക് ഇലക്ട്രിക്കൽ ഗ്രേഡിയൻറ്റ്. ഈ ഇലക്ട്രിക്കൽ ഗ്രേഡിയൻറ്റ് എങ്ങനെ ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഇലക്ട്രിക്കലി ന്യൂട്രലാണ് അല്ലേ. ഇവിടെ 5, ഇവിടെ എല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ 0 പൊട്ടൻഷ്യലാണ്, ഇവിടെയും 0 പൊട്ടൻഷ്യലാണ്. ഇനി ഇതിൽ അൺഇക്വാലിറ്റി വരുന്നത് എങ്ങനെ എന്നുള്ളതാണ് ഇനിയുള്ള പോയിന്റ്. ഇനി നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് ഈ വിഭജനെക്കുറിച്ചാണ്. ഈ മഹാനുഭാവലു, അതായത് നമ്മുടെ സോഡിയം പൊട്ടാസ്യം ATPase. ഇനി അടുത്ത അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ആശാൻ ഇവനാണ്, പ്രോട്ടീൻ. ഇവൻ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, ഇവൻ ഉള്ളിൽ ട്രാപ്ഡ് ആയതുകൊണ്ട് കുറേ അൽക്കുലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ഇനി അടുത്ത പ്രശ്നക്കാരൻ
ഇവനാണ് സോഡിയം പൊട്ടാസ്യം ATPase ആണ്. ഈ സോഡിയം പൊട്ടാസ്യം ATPase എന്താ ചെയ്തതെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാണാം. ഈ ഉള്ളിൽ കിടക്കുന്ന സോഡിയത്തിനെ പുറത്തേക്ക് തള്ളിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓൾറെഡി ഇവിടെ ഒരു സോഡിയേ ഉള്ളൂ. പിന്നെ ഇവിടെ നിന്നുള്ളവന്മാരൊക്കെ ഇങ്ങോട്ട് വരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരമാണ് ഈ മഹാനുഭാവൻ ഉള്ളിൽ കയറി വരുന്ന സോഡിയം ഒന്ന് കയറി വന്നാൽ അതിന് പകരം 3 തന്നെ പുറത്തേക്ക് തള്ളും. 3 പുറത്തേക്ക് എത്തി. അപ്പം what is sodium potassium ATPase doing is it's using this energy. It's using energy and pushing out sodium from the cell against concentration gradient. Mind you, it's against concentration gradient. അപ്പോൾ എനർജി ഉപയോഗിച്ച് കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റിന് പ്രകൃതി വിരുദ്ധമായി ഒരു പ്രവൃത്തി ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുറത്തേക്ക് തട്ടിക്കൊണ്ടിരിക്കുകയാണ് സോഡിയത്തിനെ. ഇൻ ദ സെയിം വേ ഈ പ്രകൃതി വിരുദ്ധമായിട്ട് പൊട്ടാസ്യത്തിനെ ഉള്ളിലേക്കും തട്ടിക്കൊണ്ടിരിക്കും. 2 പൊട്ടാസ്യത്തിന് ഉള്ളിലേക്ക് തട്ടിക്കൊണ്ടിരിക്കും. ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുകയെന്ന് ചോദിച്ചാൽ, just think what will happen to the charge, to the electrical situation inside the cell. Electrical situation inside cell ഒരു നെറ്റ് ലോസ്. ഇവിടെ 3 ഇങ്ങോട്ട് ചാടി 2 ഇങ്ങോട്ട് വന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു പോസിറ്റിവിറ്റി കുറയുന്നില്ലേ? യെസ്, അവിടെ ഒരു പോസിറ്റിവിറ്റി കുറയുന്നുണ്ട്. അപ്പം ഇതിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ കുറച്ച് നേരം, ആഫ്റ്റർ എ പ്രൊലോങ്ഡ് പീരിയഡ്, ഇഫ് this channel, this ATPase channel starts working, the outside cell slowly starts becoming more and more positive and the inside will slowly become comparatively negative. ഇതാണ് സംഭവിക്കുക. ഇതുകൊണ്ടാണ് മക്കളെ നമ്മുടെ സെല്ലിൻ്റെ ഒരു സെല്ല് വരയ്ക്കുമ്പോൾ സെല്ലിൻ്റെ ഉള്ളിൽ എപ്പോഴും നെഗറ്റീവ് ആണെന്നും പുറത്ത് പോസിറ്റീവ് ചാർജ് ആണെന്നും പറയുന്നത്. അപ്പം ഇപ്പോൾ നമുക്ക് എന്ത് സംഭവിച്ചു? ആഫ്റ്റർ ദ പ്രോട്ടീൻസ് ആക്ടിവിറ്റി ആൻഡ് ദ അട്രാക്ഷൻ ഓഫ് ക്ലോറൈഡ്, ദ സോഡിയത്തിനൊരു സ്വപ്നം ഉണ്ടായിരുന്നു. ഇറ്റ് ഹാസ് എ ഡ്രീം ടു ബി ഈക്വൽ ഓൺ ബോത്ത് സൈഡ്സ്. ആൻഡ് ഡിഡ്ന്റ് ഹാപ്പൻ. ആൻഡ് ഒരു വിധത്തിലൊക്കെ കഷ്ടപ്പെട്ടിട്ട് സോഡിയം ട്രൈ ടു ഗെറ്റ് ഇൻ, but they didn't know of this pump which was working 24/7, the point when you were fertilized. നിങ്ങൾ ഫെർട്ടിലൈസ് ചെയ്തുണ്ടായ ആ സിംഗിൾ സെല്ല് മുതൽ ഈ സോഡിയം പൊട്ടാസ്യം ATPase വർക്ക് ചെയ്യുന്ന സെല്ലാണ് നിങ്ങൾ എന്ന സത്യം തിരിച്ചറിഞ്ഞോളാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ജനിച്ച് ഇതുവരെ ഒരിക്കൽ പോലും നിങ്ങളുടെ സെല്ലിലെ സോഡിയത്തിനോ പൊട്ടാസ്യത്തിനോ അവരുടെ കെമിക്കൽ അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് ഇല്ലാതാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇറ്റ് വാസ് ഓൾവേസ് ദെയർ. സോ അത് തന്നെയാണ് സോഡിയം പൊട്ടാസ്യം ATPaseൻ്റെ ഏറ്റവും വലിയ മഹത്വവും. ഈ ഒരു സാധനം ഉള്ളത് കൊണ്ട് മാത്രമാണ് നിങ്ങൾ ജീവനോടെ ഇരിക്കുന്നത്. ഈ സാധനം ഇവിടെ ഇല്ലെങ്കിൽ ഈ ലീക്കി ചാൻസിലൂടെ മിക്കവാറും ഇത് കറക്റ്റാവും. ഇത് കറക്റ്റായി കഴിഞ്ഞാൽ വൺസ് ഇക്വിലിബ്രിയം ഈസ് റീച്ച്ഡ്, യു വിൽ ഡൈ, യു വിൽ നോട്ട് ബി ലൈവ്. അപ്പം ബോഡിയുടെ ഒരു വലിയൊരു ഫിലോസഫിയാണ് നമ്മൾ പഠിക്കുന്നത്, ഒരു ടെക്നീക്കാണ് നമ്മൾ പഠിക്കുന്നത്. ടെക്നിക്ക് എന്താണെന്ന് ചോദിച്ചാൽ, കഴുതപ്പുറത്തിരുന്ന് നമ്മളൊരു ക്യാരറ്റ് ഇങ്ങനെ കഴുതയ്ക്ക് മുമ്പിൽ കെട്ടി തൂക്കിയിട്ട് കഴുതപ്പുറത്ത് ഇരിക്കുന്നവന് എത്ര ദൂരമായി സഞ്ചരിക്കാം. കാരണം കഴുത വിചാരിക്കും കുറച്ച് മുന്നോട്ട് നീങ്ങിയാൽ ഈ ക്യാരറ്റ് കഴിക്കാമെന്ന്. പക്ഷേ ഒരിക്കലും ക്യാരറ്റ് കഴിക്കാൻ കഴിയില്ല. അപ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഇയാൾ ഇങ്ങനെ ഈ സുഖമായിട്ട് അതിൻ്റെ മുകളിൽ ഇരിക്കുകയും ചെയ്യും. ഈ കഴുത നടന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ കഴുത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ബോഡിയാണ്. നമ്മുടെ ബോഡിയിലെ അയോണുകളാണ് ഈ കഴുത എന്ന് പറയുന്നത്. അപ്പോൾ ഈ കഴുതയെ നിയന്ത്രിക്കുന്ന ബോഡിയിലെ ഇൻ്റലിജൻസ്, ആ ഒരു എവല്യൂഷൻ വഴി ഉണ്ടായ ആ ഇൻ്റലിജൻസ് ആണ് ലൈഫ് എന്ന് പറയുന്നത്. ആ ലൈഫ് ഡിസൈൻ ചെയ്തത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇപ്പം എത്തും എന്ന് വിചാരിച്ച എല്ലാ അയോൺസും അതിൻ്റെ ഇക്വിലിബ്രിയത്തിലേക്ക് എത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ഒരിക്കലും never in their life they are going to reach their equilibrium. Once they reach equilibrium means then the life process will not go on.
അപ്പോൾ ഈ ലൈഫിൻ്റെ ചാലകശക്തി എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നുള്ളത് മനസ്സിലായില്ലേ? ഇത് പുറത്തുനിന്ന് ദൈവം വന്നിട്ട് ഇങ്ങനെ അനുഗ്രഹിച്ചുണ്ടാവുന്നതല്ല, ഇത് ഇതിൻ്റെ ഉള്ളിൽ തന്നെ സെറ്റ് ചെയ്ത് വന്ന ഒരു സാധനമാണ്. സോ ഈ ഇക്വിലിബ്രിയം ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് സെൽസ് എപ്പോഴും ഇങ്ങനെ ഓൺ കോൺസ്റ്റൻറ്റ് മോഷൻ ആയിക്കൊണ്ടിരിക്കും. സോ ഓൾ ദ ions in the body would be in constant motion so as to reach an equilibrium at any point of their life എന്ന് വിചാരിക്കും. പക്ഷേ they will never reach the equilibrium in their whole life, and that is what is called life എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ രീതിയിൽ മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ നമ്മുടെ എക്സാമിന് ഇങ്ങനെയൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാവും. അപ്പോൾ എക്സാമിന് ഇങ്ങനെയുള്ള ഫിലോസഫി എന്ന് പറയരുത്. നമ്മളിവിടെ അയോണിക് ബേസിസ് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം സെലക്റ്റീവ് പെർമിറ്റിവിറ്റിനെ കുറിച്ച് പറയാം. ഈ എക്സാമ്പിൾ യൂസ് ചെയ്യാൻ പാടില്ല. ഇത് ജസ്റ്റ് ഫോർ മേക്കിംഗ് യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ദ കൺസെപ്റ്റ്. പിന്നെ നമുക്ക് പറയാൻ കഴിയുന്നത് യു ഹാവ് ടു ടെൽ അബൌട്ട് ദ ഡിഫ്യൂസിബിൾ ആൻഡ് നോൺ ഡിഫ്യൂസിബിൾ അയോൺസ് വിച്ച് ആർ. അപ്പോൾ നമ്മൾ ബേസിക് അയോൺസ് ഏതൊക്കെയാണെന്ന് പറയണം. സോഡിയം, ക്ലോറൈഡ്, പൊട്ടാസ്യം, പ്രോട്ടീൻ എന്നൊക്കെ പറയാം. അതിനുശേഷം വി ഹാവ് ടു എക്സ്പ്ലെയിൻ വാട്ട് ഇസ് ഗിബ്സ് ഡോണാർസ് ഇക്വിലിബ്രിയം, ഇതെന്താണെന്ന് പറയാം. പിന്നെ ഇലക്ട്രിക്കൽ ഗ്രേഡിയൻ്റ് എന്താണ്, കെമിക്കൽ ഗ്രേഡിയൻ്റ് എന്താണെന്ന് പറയാം. ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ഇറ്റ്സ് ഗിവൺ ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക്. ഇത് വായിച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കാൻ. ആഫ്റ്റർ ഹാവിങ് ദിസ് ക്ലാസ് ഇഫ് യു ഗോ ആൻഡ് റീഡ് യു വിൽ ഡെഫിനറ്റ്ലി അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് മെൻറ്റ് ബൈ ഓൾ ദോസ് തിങ്സ്. ഇതിൻ്റെ ലാസ്റ്റ് നമ്മൾ പറയുന്നതാണ് ഇക്വിലിബ്രിയം പൊട്ടൻഷ്യൽ. ഇതാണ് നമ്മളെ ലാസ്റ്റ് കൺസെപ്റ്റ് ഓഫ് ഇക്വിലിബ്രിയം പൊട്ടൻഷ്യൽ. അപ്പോൾ വാട്ട് ഈസ് ദിസ് ഇക്വിലിബ്രിയം പൊട്ടൻഷ്യൽ? അപ്പം ഇക്വിലിബ്രിയം പൊട്ടൻഷ്യൽ എന്ന് വെച്ചാൽ സോഡിയത്തിനും പൊട്ടാസ്യം, ഈ അയോൺസിന് വേണ്ടി അവരുടെ സ്വപ്നം ഇതാണ് അവരുടെ സ്വപ്നം. എന്താണ് സ്വപ്നം? ടു റീച്ച് ദ കെമിക്കൽ ഗ്രേഡിയൻറ്റ്, അല്ല ടു ഡിസ്ട്രോയ് ദ കെമിക്കൽ ഗ്രേഡിയൻറ്റ് ആൻഡ് ബിക്കം ഈക്വൽ ആൻഡ് ബോത്ത് പാർട്സ്. അപ്പോൾ ഇവിടെ സോഡിയത്തിനാണെങ്കിൽ 3 സോഡിയം ഉള്ളിലും 3 സോഡിയം പുറത്തും, ഈ അവസ്ഥ എത്തുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ എത്താൻ ടു റീച്ച് സച്ച് എ സിറ്റുവേഷൻ ഫോർ എക്സാമ്പിൾ സോഡിയം അയോൺ or a chloride ion or a potassium ion, what is the potential difference which should be maintained across the axon? I repeat, for an ion to reach its chemical or concentration equilibrium, that means for example for sodium it's 3 inside and 3 outside. To reach that state for a sodium ion individually, if you don't take into consideration all the other ions, if you don't take into consideration any ions individually, if sodium wants to reach that 3-3 situation, what is the potential difference that should be there across the axon membrane? That is what you call as the equilibrium potential for sodium. അങ്ങനെയാണെങ്കിൽ പൊട്ടാസ്യത്തിൻ്റെ ഇക്വിലിബ്രിയം പൊട്ടൻഷ്യൽ എന്തായിരിക്കും? വാട്ട് ഈസ് ദ പൊട്ടൻഷ്യൽ ദാറ്റ് ഷുഡ് ബി ദെയർ അക്രോസ് ദ മെംബ്രെയിൻ സോ ദാറ്റ് ദ പൊട്ടാസ്യം അയോൺസ് ആർ ഈക്വലി placed on both sides or across the membrane. So what is that potential across the membrane that is required so that the potassium can move across on both sides and become equal? ഇതെന്തുകൊണ്ടാണ് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പൊട്ടൻഷ്യൽ നോർമലി അച്ചീവ് ചെയ്യാൻ കഴിയില്ല. ആ പൊട്ടൻഷ്യൽ അച്ചീവ് ചെയ്യണമെങ്കിൽ യു നീഡ് എ വോൾട്ടേജ് ടു ആക്ട് ഓൺ ദ സെൽ മെംബ്രെയിൻ ആൻഡ് യു നീഡ് ദീസ് ചാനൽസ് ടു ഓപ്പൺ. ഈ ചാനൽസ് ഒക്കെ ഓപ്പൺ ചെയ്താൽ ചിലപ്പോൾ അത് സാധിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇത് സ്വപ്നമാണ്. ഇറ്റ്സ് ജസ്റ്റ് എ ഡ്രീം ദാറ്റ് സോഡിയം ആൻഡ് പൊട്ടാസ്യം ഹാവ്. പാവം വെറുതെ ആലോചിച്ച് ഇങ്ങനെ ചിന്തിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. നടക്കില്ല, ഒരിക്കലും നടക്കില്ല. അപ്പോൾ ആലോചന വെറും തോന്നൽ. പക്ഷെ അങ്ങനെ സംഭവിച്ചാൽ, അങ്ങനെ ഒരു പൊട്ടൻഷ്യൽ നമ്മൾ എപ്പോഴെങ്കിലും ഒരു കറണ്ട് അടിച്ചു കൊടുത്താൽ എപ്പോഴെങ്കിലും അതിലൂടെ പാസ് ചെയ്ത് പോവുകയാണെങ്കിൽ ആ സമയത്ത് പൊട്ടാസ്യം ഈക്വൽ ആയിരിക്കും ബോത്ത് സൈഡ്സ്, അല്ലെങ്കിൽ സോഡിയം ഈക്വൽ ആയിരിക്കും ബോത്ത് സൈഡ്സ്. അതാണ് ദ കൺസെപ്റ്റ് ഓഫ് ഇക്വിലിബ്രിയം പൊട്ടൻഷ്യൽ. ഐ ഹോപ്പ് ദിസ് കൺസെപ്റ്റ് ഈസ് ക്ലിയർ നൗ. അപ്പോൾ ഇതാണ് നിങ്ങളുടെ RMP എന്ന് പറയുന്ന സംഭവത്തിൻ്റെ ഒരു ആകെ ചുരുക്കം, ദ കൺസെപ്റ്റ്. ഇനി ഇത് വെച്ചിട്ട് വേണം നിങ്ങൾ വായിച്ച് പഠിക്കാൻ. സോ ഇൻ അണ്ടർ ഗ്രാജുവേറ്റ് ടീച്ചിങ് നമുക്ക് കൺസെപ്റ്റുകളും വഴികളും മാത്രം കാണിച്ചു തരാൻ കഴിയുള്ളൂ. നിങ്ങൾ വായിച്ച് പഠിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഇതിനെ വെച്ച് ഇനി പഠിച്ച് മനസ്സിലാക്കാം.
ഇനി നമ്മൾ പോകുന്നത് അടുത്ത സ്ലൈഡിലേക്കാണ്. ഇവിടെ നമ്മൾ ഈ ഒരു പറഞ്ഞ പൊട്ടൻഷ്യലിനെ കുറിച്ച് ഒരു ചെറിയ ഒരു സാധനം കൂടി നമ്മൾ പറഞ്ഞിട്ട് നിർത്താം. ഇത് കൂടുതലാണെന്ന് അറിയാം, എന്നാലും നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കേൾക്കും ഈ നേൺസ്റ്റ് പൊട്ടൻഷ്യൽ. എന്താണ് നേൺസ്റ്റ് പൊട്ടൻഷ്യൽ? ദ ഡിഫ്യൂഷൻ പൊട്ടൻഷ്യൽ level across a membrane that exactly opposes the net diffusion of a particular ion through the membrane is called Nernst potential for that ion. Is the ratio of the concentration of that specific ion on two sides of membrane. എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ കുറച്ച് മുമ്പേ പറഞ്ഞ അതേ സാധനം തന്നെയാണ് ഇത്. The same thing that is told in a different way. അത് തന്നെയാണിത്. നേൺസ്റ്റ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഏത് പൊട്ടൻഷ്യലിലാണോ ഇപ്പം സെല്ലിരിക്കുന്നത് ആ പൊട്ടൻഷ്യലിൻ്റെ പ്രത്യേകത എന്താണ്? That diffusion potential which is that level across a membrane, particular potential that is across a membrane will actually oppose the net diffusion of a particular ion through the membrane. ആ അയോണിൻ്റെ പോക്കിനെ കംപ്ലീറ്റ് പ്രിവെൻറ്റ് ചെയ്യാൻ കഴിയുന്നൊരു പൊട്ടൻഷ്യൽ ഉണ്ട്. അതിൻ്റെ നീക്കുപോക്ക് പ്രിവെൻറ്റ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ. അത് തന്നെ ആ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ആ അയോണിൻ്റെ ഉള്ളിലുള്ള ശക്തി തന്നെയാണ് ഈ പൊട്ടൻഷ്യൽ. അതായത് നമ്മൾ ആ അയോണിനെ പ്രിവെൻറ്റ് ചെയ്യാൻ നമ്മൾ എത്ര കൊടുക്കണോ അത് തന്നെയാണ് അയോണിന് പുറത്തേക്ക് പോകാനുള്ള കഴിവ്. അതിനെയാണ് നമ്മൾ നേൺസ്റ്റ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് കോൾഡ് നേൺസ്റ്റ് പൊട്ടൻഷ്യൽ. സോ ദാറ്റ് ഈസ് നേൺസ്റ്റ് പൊട്ടൻഷ്യൽ. അപ്പോൾ നേൺസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്, ഇത് നേൺസ്റ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഓരോ അയോണിനെ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയുള്ളൂ. ഇപ്പോൾ സോഡിയത്തിന് ഇതുപോലെ ഈക്വൽ ആവണമെങ്കിൽ ഏത് പൊട്ടൻഷ്യൽ നമ്മൾ കൊടുത്താൽ സോഡിയം ഈക്വൽ ആവും എന്ന് പറയുന്നത് പോലെ ഈ നേൺസ്റ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഈസ് ഫോർ ഈച്ച് അയോൺ. ഈ EMF ഈസ് RT/ZF. ഇതാണ് എൻ്റെ ഫോർമുല. ഇതൊക്കെ എല്ലാം PG ലെവലിൽ പഠിക്കേണ്ട കാര്യമാണ്. നിങ്ങളിത് അറിഞ്ഞിരുന്നില്ലെങ്കിലും ഒരു പ്രശ്നവുമില്ല. നേൺസ്റ്റ് ഇക്വേഷൻ ഫോർ സോഡിയം അല്ലെങ്കിൽ ഫോർ പൊട്ടാസ്യം ഇങ്ങനെയാണ് ഉണ്ടാവുക. നേൺസ്റ്റ് ഇക്വേഷൻ വേറെ ഓരോന്നിനും വേറെ സെപ്പറേറ്റ് ഫോർ ഈച്ച് അയോൺ. Because we are not bringing in the holistic activity of all the ions or holistic distribution of all ions. We are taking we are thinking like only there is sodium across the membrane, and we want a potential in which the sodium is having equal concentration on both sides. അങ്ങനെയാണെങ്കിൽ അതിനെ നമ്മൾ സോഡിയത്തിൻ്റെ നേൺസ്റ്റ് ഇക്വേഷൻ എന്ന് പറയും. അതിനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് -61 log കോൺസെൻട്രേഷൻ ഇൻസൈഡ് ആൻഡ് കോൺസെൻട്രേഷൻ ഔട്ട്സൈഡ്. ഇതാണ് അതിൻ്റെ ഫോർമുല വരുന്നത്. ദിസ് ഇസ് ദ ഫോർമുല ഓഫ് നേൺസ്റ്റ് ഇക്വേഷൻ. ഈ നേൺസ്റ്റ് ഇക്വേഷൻ കണ്ടുപിടിച്ചപ്പോൾ നമുക്കുണ്ടായ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഇത് നേൺസ്റ്റ് ഇക്വേഷൻ ഇപ്പോൾ സോഡിയം മാത്രം അല്ലെങ്കിൽ പൊട്ടാസ്യം മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുമ്പം ഉണ്ടായി വരുന്നൊരു ഇക്വേഷനാണ് നേൺസ്റ്റ് ഇക്വേഷൻ. ഈ നേൺസ്റ്റ് ഇക്വേഷൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ മറ്റ് അയോൺസിൻ്റെ കോൺസെൻട്രേഷനും അത് വാട്ട് ഇൻഫ്ലുവൻസ് ദേ ക്യാൻ പ്രൊഡ്യൂസ് ഓൺ ദ സോഡിയം ഇറ്റ്സ് നോട്ട് ഡിസ്കസ്ഡ് ഇൻ നേൺസ്റ്റ് ഇക്വേഷൻ. അതുകൊണ്ട് തന്നെ Goldman's, Hodgkins and Card's equation was formulated. ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്: calculates the integrated role of different ions in generation of resting membrane potential. അപ്പം ഒരു സോഡിയം അയോണിൻ്റെ ഈക്വൽ ആവാനുള്ള കഴിവിനെ ഒപ്പോസ് ചെയ്ത എത്ര പൊട്ടൻഷ്യൽ വെച്ചിട്ടാണോ അതിനെ ഒപ്പോസ് ചെയ്തതെന്നുള്ളതിനെയാണ് നമ്മൾ അതിൻ്റെ നേൺസ്റ്റ് ഇക്വേഷനായി പറഞ്ഞതെങ്കിൽ ഇവിടെ ഓരോ അയോണിനെയും ഓരോന്നും കണ്ടുപിടിച്ച് അതിനെ ഒന്നിച്ചെടുത്ത് we take all the ions, all the Nernst equations of all ions together, and we formulate an equation where we can take in all ion concentrations into a single equation and calculate the potential in generation of RMP. അതിനെ നമ്മൾ we call it as Goldman's,
Hodgkin's-Gans equation. Our major ions determining resting potential, which are sodium, potassium and chloride, are taken into consideration when we calculate Goldman-Hodgkin's and Gans equation. Which ion is most important determinant depends on the permeability across membrane. അപ്പം ഇവിടെ ഏത് അയോണാണ് ശരിക്കും RMP മെയിൻ്റെനൻസിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് ഏറ്റവും പെർമിബിൾ ആയിട്ടുള്ള അയോൺ ആയിരിക്കും. ആൻഡ് ദാറ്റ് അയോൺ ഈസ് പൊട്ടാസ്യം. പൊട്ടാസ്യം അയോണാണ് ഏറ്റവും പെർമിബിൾ ആയിട്ടുള്ള അയോൺ. അതുകൊണ്ട് പൊട്ടാസ്യം അയോണാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. സോ ദിസ് ഈസ് ഓൾ യു ഹാവ് ടു നോ about a resting membrane potential. അതിൻ്റെ ഒരു ഡീറ്റെയിൽ കൺസെപ്റ്റാണ് ഞാനിപ്പോൾ പറഞ്ഞത്. And now in the next class we will be dealing to the next level. Next level എന്ന് പറഞ്ഞാൽ RMP കഴിഞ്ഞാൽ ഇനി നമുക്ക് ഉണ്ടാവുന്ന ഇത് എന്ന് പറഞ്ഞാൽ എക്സൈറ്റേഷൻ ആണ്. അപ്പോൾ എക്സൈറ്റേഷൻ നമ്മൾ കൊടുക്കുമ്പോൾ എങ്ങനെ കൊടുക്കും? What will happen when you excite a nerve with a subthreshold stimulus? Remember subthreshold stimulus? Yeah, so when you apply a subthreshold stimulus, what changes would you expect to see in a nerve when you draw a graph of its potential? The potential അല്ലെങ്കിൽ അതിൻ്റെ resting membrane potential നിങ്ങൾ വരച്ചിട്ട് if you are measuring with a CR on a nerve and you are giving a subthreshold stimulus, what will be happening to RMP എന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതിനുശേഷം we are going to see what will happen if a threshold stimulus is acting on a nerve. ഇത് രണ്ടുമാണ് നമ്മൾ ഈ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാൻ പോകുന്നത്. ആൻഡ് ആ കോണ്ടെക്സ്റ്റിൽ we be learning about action potential. Action potential എന്ന് പറഞ്ഞാൽ it's the change from resting potential that you see in a nerve tissue or a nerve axon when you apply a threshold stimulus. And graded potentials are those potentials that you can see when you record or when you depict a graph of showing the RMP, and when you apply a subthreshold stimulus, what you see as a change in RMP would be called as electrotonic potentials or graded potentials, and that would be discussed in my next class. So wait until then. Bye.